അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ അമ്മ? ഇല്ല മോളെ, അത് ഉമ്മ ഒക്കെ ചെയ്ത്. കറികളൊക്കെ വെച്ച് ഓ, കഴിഞ്ഞാ? കറികളൊക്കെ വെച്ച്. മോള് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അടുക്കളക്കേട്ടാ. വന്നതും കയറുമൊന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞിട്ട് മോൾക്ക് അറിയണത് എന്താ അറിയണത് ചെയ്താൽ മതിട്ട്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ട ഇവിടെ. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മോൾക്ക് എന്താ അറിയാത്തത് ചോദിച്ചാൽ മതിട്ടാ. മോള് വന്നത് ഇപ്പൊ അടുക്കളക്കൊന്നും വരണ്ട, ഉമ്മ ചെയ്യാട്ടാ. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞത് എവിടെ ഒന്ന് തുടച്ചു വിട്ടാ കഴിഞ്ഞു. മോള് പറഞ്ഞ പോലെ വിരുന്ന് പോയതൊക്കെ എന്തായി? വിരുന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഉഷാറായി അല്ലേ? എന്റെ അവിടെ വീട്ടില് അമ്മായിന്റെ വീട്ടിലേക്കൊക്കെ വിരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇക്ക ഇങ്ങോട്ട് തിരക്ക് പിടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു തന്നെ അധികം ഒന്നും എവിടെയും പോവാൻ പറ്റില്ല. അല്ലെങ്കിൽ അവനക്ക് ഇത്തിരി പൊരിച്ചില് കൂടുതലാ. നിക്കൂല, ഉമ്മാനെ വിട്ടിട്ടൊന്നും അങ്ങനെ നിക്കൂല. പോയാലും വേഗം വരണം പറഞ്ഞിട്ടുണ്ടാവൂലേ? ഇനി 2-3 വിരുന്നുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഉമ്മയും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ മാത്രം നിക്കണ്ട, അങ്ങോട്ട് ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും കൊറേ പറഞ്ഞു. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആരൊക്കെയോ വിരുന്ന് വിളിച്ചിട്ടുണ്ടെന്ന് മോളെ. അപ്പൊ മോളുടെ വഴിയിലൊക്കെ ഏകദേശം ഒതുങ്ങിയാലേ പിന്നെ ഇവിടെ ഉമ്മടെ മാമാരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. പോണല്ലോ, കല്യാണം കഴിഞ്ഞതല്ലേ. ആ പോയില്ലെങ്കിൽ പിന്നെ ഓരോന്നും അത് മതി പിന്നെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം മോളെ അങ്ങോട്ട് പറഞ്ഞാക്കാന്. സാറില്ല, പൊക്കോ. അവന് മടിയാണ്. അവൻ പിന്നെ പോയിട്ടൊന്നും ഇല്ലല്ലോ. ഒക്കെ ശരിയാവും അങ്ങനെ. അവിടെ എന്റെ മാമ അവര് മൂന്നാറിലൊക്കെ ആയിട്ടാണ്. അവര് മറ്റേ അവിടെ കാണാനൊക്കെ ഉണ്ട്. വായോ അങ്ങോട്ട് വായോ പറഞ്ഞിട്ട് സ്വൈര്യം തരുന്നില്ല, വിളിച്ചോണ്ടിരിക്കാൻ. അപ്പൊ ശരി, ഇനിയിപ്പോ ഇക്കാക്ക് ഒഴിവ് കിട്ടുമ്പോ വരാന്നൊക്കെ പറഞ്ഞ് വേഗം ഇങ്ങോട്ട് എളുപ്പത്തിൽ ഇങ്ങോട്ട് പോകും. പൊക്കോ മോള് പൊക്കോ, അതൊക്കെ നല്ലതാ. അവൻ പറഞ്ഞ മനസ്സിലായിക്കോട്ട് വരികയൊക്കെ ചെയ്യവേ. എനിക്ക് അങ്ങനെ പോയിട്ടുള്ളൊരു പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾ രണ്ടാളായിട്ടുള്ള അതാണ്. ഉമ്മ ഒറ്റക്കല്ലേ, ഉമ്മാനെ വിട്ടിട്ട് എങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ടേ. അതാണ്. ഇപ്പൊ കഴുകണം. അവിടെ ഇരുന്നോട്ടെ. ചിക്കൻ പൊരിച്ചതേ, അത് കഴുകണം. ഇരിക്കട്ടെ, അതിലുണ്ട് സാധനം, ആയിട്ടില്ല. മോള് പൊയ്ക്കോ, അമ്മ വരാൻ കണ്ടിട്ടാ. ഇല്ല, കൊഴപ്പൊന്നുമില്ല. അവിടെ ഇപ്പൊ റൂമില് പ്രത്യേകിച്ചുള്ള പണികളൊന്നും. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴുകി വെക്കാം. എല്ലാം കഴിഞ്ഞു മോളെ. ഉമ്മ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇറച്ചി കറി വെച്ച്, ഇറച്ചി പൊരിച്ച്, അതിൽ പൊരിച്ച് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ കുഴപ്പമില്ല. മോള് ഇനി തന്നെ ചെയ്യാൻ കിടക്കണേ. ഇപ്പൊ പുതുക്കല്ലേ. അങ്ങനെ ഒരുവിധം കറികൾ വെക്കാനൊന്നും അറിയില്ല. എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കും വീട്ടില്. ഉമ്മാനെ നോക്കിയൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവൂല്ലേ? ഇപ്പോഴത്തെ മക്കളൊക്കെ അതിന് ഉമ്മാര് വെച്ച് തരണം, പഠിപ്പിച്ചു തരണം എന്നൊന്നും ഇല്ല. മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് യൂട്യൂബ് നോക്കിട്ട് തന്നെയല്ല ഉണ്ടാക്കല്. എല്ലാം യൂട്യൂബ് നോക്കിട്ട് തന്നെ ഉണ്ടാക്കുക. ചെറിയ ചെറിയ കറികള്, അങ്ങനെ ചപ്പാത്തി അങ്ങനെയൊക്കെ അറിയാം. പിന്നെ ഈ ചോറിന്റെ കൂടെയുള്ള കറികളൊന്നും എനിക്ക് അത്ര വലിയ വശമില്ല. ഒക്കെ പഠിച്ചു തരാം, ഉമ്മ പഠിപ്പിച്ചു തരാട്ടാ. അല്ല, മോളുടെ വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? ഇപ്പോ മോളുടെ വീട്ടിൽ എല്ലാരും അറിയാം, കുടുംബക്കാര്. അത് അവിടെ അടുത്തടുത്തായിട്ട് വീട്. അതാവും ചിലപ്പോ ഉമ്മാക്കാര് സംശയല്ലേ. അത് തറവാട് വീട്ടിൽന്ന് കുഞ്ഞിപ്പന്മാരും മുത്തപ്പന്മാരൊക്കെ അവിടെ അടുത്ത ഭാഗങ്ങൾക്കൊക്കെ തന്നെയാണ് വീട് വെച്ച് പോയിക്കണേ. അപ്പം ഒരു പരിപാടിന്ന് പറയുമ്പോ എല്ലാരും തറവാട്ടിലെ കൂടെ. അല്ല, പറഞ്ഞായിരുന്നു ഇതൊക്കെ ഞങ്ങളെ കുടുംബക്കാരാണെന്നേ. ആരാന്ന് അത്ര പിടുത്തം കിട്ടില്ല. അത് അവിടെ ഒരു കൂട്ടുകുടുംബായിട്ട് ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാ. അപ്പം കൊറേ പേരായിട്ടുള്ളതുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവുക. അതെ, ഉമ്മ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഞങ്ങളെ കുടുംബാണ്, ആരും പുറമേല്ലാന്ന്. നമുക്ക് അങ്ങനെ പോവാ. അപ്പൊ പിന്നെ ഉമ്മാക്ക് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാം. പോവാ മോളെ. അതന്നെ, ഇവിടെ ഒഴിവുണ്ടാകുമ്പോ നമുക്ക് എല്ലാവർക്കും ഇവിടെ പോയിട്ട് അവിടെ നിക്കാം. അപ്പൊ എല്ലാരും നല്ലപോലെ പരിചയപ്പെടാം. അവിടെ അടിപൊളിയാ. ഇവിടത്തെ പോലെ ഒറ്റയ്ക്കൊന്നുമല്ല. അവിടെ എല്ലാരും ഉണ്ടാവും. എന്തൊരു പരിപാടിക്കും തറവാട്ട് വീട്ടിലായിരിക്കും എല്ലാരും ഉണ്ടാവുക. അപ്പൊ നല്ല സന്തോഷാണ് മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഒരു കൂട്ടുകുടുംബം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോൾക്ക് ഇവിടെ ഒറ്റക്ക് വന്നിക്കണതിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ലമ്മ. എനിക്കിത് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉമ്മയും ഇക്കയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അവരൊക്കെ വിട്ട് നിൽക്കുമ്പോ എവിടെയോ ചെറിയൊരു വിഷമം പോലെ. എല്ലാരും അങ്ങനെ തന്നെ മോളെ. നമ്മള് പെൺകുട്ടികളായി ജനിച്ചാല് അന്യം വീട്ടിലേക്ക് പോവാന്, അതുപോലെ നമ്മുടെ മക്കൾക്ക് അവിടെ നിന്ന് ഒരു പെൺകുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരലും. പെൺകുട്ടിയായി ജനിച്ചാൽ അങ്ങനെ തന്നെയാ. ഇവിടുത്തെ മോള് അങ്ങോട്ട് പോകും, ആ മോള് നമുക്ക് വരും, അത്ര തന്നെയാ. അതേപോലെ ഇപ്പൊ എവിടെ പട്ടാമ്പി കിടക്കണ മോളാണ് ഇപ്പൊ ഇവിടെ. പട്ടാമ്പി ചെർപ്പളശ്ശേരി പട്ടാമ്പി ആ ഭാഗത്തുള്ള മോളാണ് ഇപ്പൊ ഇവിടേക്ക് വന്നിക്കണത്. അപ്പൊ ഓരോ ഭാഗ്യം നമ്മുടെ എങ്ങനെ അതുപോലെ എത്തും, അത്ര തന്നെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഉമ്മ തന്നെ ഉള്ളത്. ഞാനിപ്പോ ശരി, നടക്കും മോളെ. പോയിട്ട് TV എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നോ. പോയിട്ട് വാ.
പുതിയതല്ലേ, അത്ര പരിചയം ഉണ്ടാവൂല, അതാണ്. ബാ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ ഉമ്മയും മോളും ഭയങ്കര സംസാരത്തിലാണല്ലോ. ഞങ്ങള് മോളുടെ അവിടുത്തെ നാട്ടിൽ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചതാ. മോള് പറയണ ഉമ്മ വല്ലതും ചെയ്യണോന്ന്. എന്റെ പണികളൊക്കെ വേഗം തീർത്ത്. ഇനിയിപ്പോ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞാലും അവളല്ല അടുക്കളയിൽ കാര്യങ്ങളൊക്കെ. അപ്പൊ മോളിപ്പോ വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ അതല്ല, ഇടുത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട്, നല്ല കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് അവിടെ ചുറ്റും വീടുകളും കുഞ്ഞുപാടയും മൂത്തുപാടയും ഒക്കെ വീടുകളും, പിന്നെ ഇവിടെ ഒപ്പമുള്ളവരും ഒക്കെ ആയിട്ടേ ഇവിടെ വന്നപ്പോ ആൾക്ക് ബോറടിക്കണോ? ഇല്ല, കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഉണ്ടാവും, പറയാണ്ടാണ്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ അവൻ നല്ല കോമഡിയാ. ഞാനാ എന്റെ സഫി. നല്ല കോമഡിയാ. ഫോൺ അടിക്കണോ? ഇപ്പൊ എടുക്കട്ടെ ട്ടാ. പറയണൊക്കെ കേട്ട് നിന്നോട്ടാ. ആരാമ്മ വിളിച്ചേ? അത് ഈ കസ്റ്റമറുകാരാണ്. ഞാൻ ആരെങ്കിലും വേറെ ആരെ വിളിച്ചു പറഞ്ഞിട്ട് ഓടിച്ചെന്ന് എടുത്തതാ. അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. ഞാനേ പറയായിരുന്നു ഉമ്മയെ പറയണൊക്കെ കേട്ട് നിന്നോളൂന്നൊക്കെ പറഞ്ഞിട്ടേ. ഇല്ല, നല്ല മോളാ, കുഴപ്പമൊന്നുമില്ല. അത് ഫസ്റ്റ് എന്തായാലും ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് വീടിനായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ സമയം നീയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതിട്ടാ. അവൾക്ക് ആരും അങ്ങനെ പരിചയമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടാളെല്ലാം അറിയുന്നുള്ളൂ. ഇനിയൊക്കെ ശരിയാകും. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും. അതുപോലെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിമാരും കുറച്ച് പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടേ. അവരൊക്കെ വരുമ്പോ നല്ലപോലെ സംസാരിച്ചിട്ടില്ലമ്മാ. അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വരുന്നതാ. അപ്പൊ അവരോടൊക്കെ നല്ലപോലെ സംസാരിച്ചിട്ടേ ചായ വേണോന്നോ അപ്പുറത്ത് അവര് പറഞ്ഞു നല്ല മോള് പൂക്കട അല്ല പൂക്കട പരിപാടി. ഒന്നുകൂടി പറയും. അല്ല, അവര് കണ്ടപ്പോ കല്യാണത്തിന് നല്ല മോള് നിങ്ങളെ പരിപാടി കുഴപ്പമില്ല, നല്ല ചിരിച്ച മുഖം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ പോകോ ശരിയാകും. പുതുക്കല്ലേ, 2 ദിവസം നല്ല ആയിട്ടുള്ളൂ. ശരിയാവും. ടെൻഷൻ അടിക്കണ്ട. പിന്നെ അവിടേക്ക് പോവാണെങ്കിൽ പോവൊക്കെ ചെയ്യാം. അതെ, മോളുടെ അവിടേക്കൊക്കെ നീ പോയിട്ട് ഭയങ്കര ധൃതിയൊന്നും കൂട്ടല്ലേ. അവള് ഇപ്പൊ അവർക്ക് കൊറേ വീട്ടുകൾക്ക് പോകാനുണ്ടാവും. അവര് അവിടുത്തെ മൂത്ത മോളല്ലേ. അപ്പൊ അവര് കുറച്ച് കുടുംബക്കാരൊക്കെ പെരുത്ത കുടുംബല്ലേ. അപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോ ഇല്ല ധൃതിയൊന്നും കൂട്ടണ്ട. പോയിട്ട് ഇനിയിപ്പൊ അത് കഴിഞ്ഞാ ഇവിടക്ക് നമ്മുടെ അവിടക്ക് കുഞ്ഞിപ്പാടിയും മൂത്തുപാടിയും മാടെ അപ്പൊ അങ്ങനെയൊക്കെ പോണോ കേട്ടോ മോനെ. ഭക്ഷണം ഇല്ല മോളെ. ഇപ്പൊ 9:30ക്കാണ് ചോറ് കഴിക്കുക. ഇവിടെ 9 മണിക്കൊന്നും ചോറ് കഴിക്കില്ല. 9:30 ചോറ് കഴിക്കാൻ ഇവിടെ. ഇവിടെ കറക്റ്റ് 9:30. നീ വിശക്കാണെങ്കിൽ ചോറ് കഴിച്ചോട്ടാ. ഇവിടെ 9:30 കണക്ക്. ഉച്ചക്ക് ചോറിന 1:30. അങ്ങനെയൊക്കെയാണ്. മോൾക്ക് വിശക്കാണെങ്കിൽ എപ്പോ വേണേലും വിളമ്പി കഴിച്ചോട്ടാ. ഞങ്ങളെയൊന്നും കാത്തിരിക്കില്ലേ. അതെ മോളെ, നിങ്ങൾ വർത്താനം മാറ്റിരിക്കേ. ഉമ്മ വേണ്ടില്ലേ ഉഴുന്നിട്ടിട്ടുണ്ടേ. അതാരെന്നോ നോക്കട്ടെ കേട്ടാ. അവിടെ വർത്താനം മാറ്റിരുന്നോളെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എപ്പോഴേ ഉമ്മ വലിയ സ്ട്രിക്റ്റ് ഉള്ളതൊന്നല്ല. ഉമ്മ പാവമാണ്. എല്ലാരോടും നല്ല കമ്പനിയാണ്. ഇപ്പുറത്തെ വീട്ടുകാരത്തൊക്കെ നല്ല കമ്പനി. എല്ലാരോടും എപ്പോഴും ചിരിച്ചിട്ട് തന്നെ സംസാരിക്കുക. അത് ഒരാഴ്ച ഒന്നും വേണ്ട, അത് കഴിഞ്ഞൊക്കെ ശരിയായിക്കോളും. ഇല്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വെറുതെ ഉമ്മ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോഴേ ഞാന് പറഞ്ഞതാ കാര്യങ്ങള്. എപ്പോഴൊക്കെ ശരിയാവും. ഭക്ഷണം ഉമ്മ കഴിച്ചു പറഞ്ഞല്ലോ. 9:30 കഴിക്കണം. അപ്പൊ കഴിക്കാല്ലേ? മതി. അപ്പൊ മതി. അവനൊന്ന് കണ്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യമുള്ളൂ. തുറക്കട്ടെ മോളെ. ആരോ കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട് അവിടെ. ആണോ? ഞാൻ ഒന്ന് പോയി നോക്കിയേ. ഞാൻ നോക്കാം. അറിയില്ല സിബിക്ക, അവിടെ ഒരാൾ ആരോ വന്നിരിക്കുന്നുണ്ട്. ആരാണ് ഈ സമയത്ത്? പടച്ചോനെ, ഗഫൂർക്ക. നമ്മുടെ ആ ഗഫൂർക്ക് ഒന്ന് വന്നിട്ടുണ്ട്. ഉമ്മ എങ്ങനെയും ഒന്ന് ഒഴിവാക്കി വിടണേ.
ആളൊന്നും നീ എന്തിനാ ബേജാറാക്കണ ഒഴിവാക്കാൻ പറയാമോ ഒരു അത്യാവശ്യ കാര്യം. മോനെ അത് നമ്മുടെ ബന്ധുക്കാരാണെന്ന് നിനക്കറിയില്ലേ, അതുകൊണ്ട് വന്നതാവും. അതെനിക്കറിയാം, പക്ഷെ ഉമ്മ എങ്ങനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ എന്നെ ചോദിച്ചാൽ ഇവിടെ ഇല്ലാന്ന് പറയും. എന്തിനു നിന്നെ ഇല്ലാന്ന് ഉമ്മ പറയും, ഞാൻ പിന്നെ പറയാം, ഉമ്മ ഞാൻ പറഞ്ഞുതരാം. എന്തൊരു കഷ്ടം അത്. ഈ ചെറുക്കൻ എന്തിനാ ഇങ്ങനെ ബേജാറായിട്ട് ഓടുന്നു പഠിച്ചോനെ? ആ ഗഫൂർക്ക, എന്താണ് കൊറേ കാലായില്ലേ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? പോയപ്പോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരെ ഇരിക്കി. ആ ഗഫൂർക്ക ഇരിക്കി. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. കണ്ടിട്ട് കൊറേ കാലായി. കണ്ടിട്ട് ഇങ്ങോട്ട് വരാറില്ല. ആ എന്താണ് ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ? ക്ഷീണമില്ല, വെറുതെ പണിയൊന്നുമില്ല, വെറുതെ കാരണം ഫുഡൊക്കെ കുറവ് കഴിക്കണല്ലോ. ചായ എടുക്കാം. ആ പിന്നെ മെല്ലെ കുടിക്കാം. അപ്പൊ കുടിച്ചിട്ടാ വന്നു ഞാന്. അതെ, എനിക്ക് ആ ഖദീജയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളത്? ആ അതിന്റെ കഴിഞ്ഞല്ലേ? എന്നോട് പറഞ്ഞായിരുന്നു എന്നാള് കണ്ടപ്പോ. അതന്നെ എന്നാള് കല്യാണത്തിന്. ആ മോളെ ഇതാരാന്നറിയോ എനിക്ക്? ഇത് ഉമ്മാടെ കുഞ്ഞുമ്മാടെ മരുവൻ. കല്യാണത്തിന് വന്നിട്ടായിരുന്നു, തിക്ക് തിരക്ക് കാരണം പരിചയപ്പെടാൻ പറ്റിയില്ല. വരാറൊന്നും ഇല്ല, എന്താണ് അവ അങ്ങനെ വന്നിരിക്കണിപ്പോ. ഇതന്നെ മരുവള് കണ്ടില്ലേ? മോളെ എന്തെങ്കിലും കുടിക്കാനെടുക്കും. വീട് എവിടെയാ? മരുമകളുടെ വീട് ഇത്തിരി വഴിയകലെയാണ്, ചെപ്ലശ്ശേരി. ഇത്തിരി അകലെപ്പെട്ടു. എത്ര കുട്ടികളുണ്ട്? അവര് 2 കുട്ടികളാ. അവളെന്നെ മൂത്തോള്. ഇവിടെ താഴെ ഒരു ആൺകുട്ടി പഠിക്കണം. ഉമ്മയൊക്കെ വീട്ടിൽ നാട്ടിൽ തന്നെ. ഉപ്പ ജോലിയുണ്ട്, വലിയ നാട്ടിൽ തന്നെയാ. ഉപ്പാക്കൊരു ചെറിയ ജോലിയുണ്ട്. അങ്ങനെയായിട്ട് ഇവിടെ മൂത്തത്. ഇച്ചിരി അകലെപ്പെട്ടു മാത്രം. ഞാൻ ഷെഫീഖിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതെ, നാട്ടിലില്ല, അത് പോയാ? ഇല്ലല്ല, അവൻ പോയിട്ടൊന്നുമില്ല, അവനുണ്ട് ഇവിടെ. അവൻ ഇപ്പൊ ഇവിടെ ഇല്ല, അവൻ പുറത്തേക്കൊന്ന് പോയിക്കണ്, വന്നിട്ടില്ല. പോകാനായി. എത്ര മാസം ലീവ് ഉണ്ട് അവന്? ഇവിടെ 45 ദിവസത്തെ ലീവ്. ഇപ്പൊ എത്ര മാസമായി വന്നിട്ടിപ്പോ? കല്യാണം കഴിഞ്ഞപ്പോ ഇത്രയും, കല്യാണത്തിന് 1 മാസം മുന്നേ വന്നല്ലേ. ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ, അപ്പൊ ഒറ്റക്ക് ഉമ്മ കിടന്ന് കഷ്ടപ്പെടൂലെന്ന് വെച്ചിട്ട് 1 മാസം മുന്നേ വന്ന്. ഫോണ് പോലും വിളിച്ചില്ല. അതെ, ആ ഒരു ഫോൺ വിളിക്കണ്ടേ? ഞാൻ കാണാൻ വേണ്ടി എത്ര ദൂരം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവനെ കാണാൻ വേണ്ടി വന്നാ? ഫോൺ വിളിച്ചെടുക്കണില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ എടുക്കണില്ല, ആള് ഇങ്ങോട്ട് വിളിക്കണില്ല. ഒരൊറ്റ പ്രാവശ്യം വിളിച്ചു, പൈസ ചോദിക്കാൻ മാത്രം. പൈസ? ആ 50,000 രൂപ വാങ്ങിണ്ടായിരുന്നു, കല്യാണം ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ആ അതിന് മാത്രം വിളിച്ചിട്ടുള്ളൂ, പിന്നെ ഈ നേരം വരെ വിളിച്ചിട്ടില്ല. പൈസ മേടിച്ചോ? അപ്പൊ പറഞ്ഞില്ലേ നിങ്ങളോട്? എനിക്കറിയില്ല. ഞാൻ പിന്നെ നമ്മള് പലിശക്കൊന്നും അല്ല, നമ്മള് സഹായം അങ്ങനെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ കൊടുത്തു എന്ന് മാത്രം. അതിപ്പോ മാസം കണ്ടില്ലേ, 1-2 മാസം ലീവിലല്ലേ വന്നത്. ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 1.5 മാസമായില്ലേ. അപ്പൊ ഇതുവരെ എനിക്കൊരു ഫോണും പോലും വിളിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. മര്യാദ എന്തുണ്ടെങ്കിലും പറയൂ, പക്ഷെ ഇതൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. വന്നാ കാര്യം പറയും. ചിലപ്പോ കുട്ടിയുടെ കയ്യില് ഇല്ലാത്തതുകൊണ്ട് തരാണ്ടിരിക്കില്ല. ഞാൻ അറിഞ്ഞില്ല, മോൻ വരട്ടെ പറയാ. എത്രയാണ് ഇക്ക മേടിച്ചത്? 50,000 രൂപ മേടിച്ചിട്ടുണ്ട്. 50,000 മേടിച്ചോ? കുട്ടി എന്ത് കാര്യം ഉമ്മാട് ചോദിക്കാണ്ട് ചെയ്യാറില്ല, അത് മാത്രം ഉമ്മാട് പറഞ്ഞില്ല. പിന്നെ അവര് വിശ്വാസത്തിന്റെ പുറത്താണ് കൊടുത്തത്. ഒന്നല്ലെങ്കിൽ നാളെ കിട്ടില്ല എന്നാണ് കുട്ടി. നമ്മള് പിന്നെ സ്വന്തക്കാര്, ചെറിയ ബന്ധക്കാരൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മള് സഹായം കടമായിട്ട് കൊടുത്തതാണ്. അല്ല, ഇക്ക അതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. വന്നപ്പോ ഞങ്ങളോടുള്ളൊരു സ്നേഹം. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, കുട്ടീനെയൊക്കെ ഒന്ന് എല്ലാരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതെന്നാണ് എന്റെ വിചാരം. അല്ല, കണ്ടിട്ട് പോവുകയും ചെയ്യാം, നമുക്ക് കാര്യം കാണണല്ലോ എന്തായാലും. ഇതൊരു ഇടപാടായതുകൊണ്ട് നമ്മൾ വരുന്ന വേണം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ സഹായം ചെയ്തെടുത്ത പിന്നെ നമ്മളെ വിളിയില്ല. ഇതാണ് സ്വഭാവം. ഇത് നല്ല സ്വഭാവമാണോ? അങ്ങനെയുള്ള മോനില്ലക്ക. പക്ഷെ മോൻ എന്ത് ബുദ്ധിമുട്ടാണോ എനിക്കറിയില്ല. പക്ഷെ എല്ലാം തുറന്ന് പറയും. എന്ത് മേടിക്കുമ്പോഴും എന്നോട് പറയാറുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും പൈസയുടെ ഇടപാടായിട്ട് അവൻ ഒറ്റക്ക് ചെയ്തിട്ടില്ല. എന്ത് കാര്യം നമ്മളായിട്ടാണ് ഒക്കെ ഡീൽ ചെയ്യുക. പക്ഷെ നിങ്ങളോട് ഇങ്ങനെ മേടിക്കാൻ എന്താന്ന് അറിയില്ല. മോൻ വരട്ടെ, വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചിട്ട് പൈസയാണ് ബന്ധം മുറിക്കണത്, മനസ്സിലായില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടായപ്പോഴാണ് ഒന്ന് കണ്ടിട്ട് പോവാ. ആള് നാട്ടിലുണ്ടോ ഇല്ലയോന്ന് അറിയില്ലല്ലോ. കണ്ടിട്ട് പോവാ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളൊന്ന് അറിയിക്കും വേണം.
നിങ്ങൾ അറിയാണ്ട് കാശ് കൊടുത്തത്. ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് അതെ എന്തായാലും മോൻ വരും, വന്നിട്ട് മോനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. നമ്മളെ പൈസക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും ഇല്ല, എന്നാലും നമ്മള് ഒരു ഉപകാരം ചെയ്തിട്ട് നമ്മളൊന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ഇല്ല, 5-6 മാസം തരാം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വരൂല. പക്ഷെ അത് ഒരു മര്യാദ ഇല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയുള്ള മോനല്ല. എന്താ പറ്റിയത് എനിക്കറിയില്ല. എന്തായാലും മോൻ വരട്ടെ, വന്ന് ചോദിച്ചിട്ട് ഇക്കട കാശ് അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കട കാശ് നാളെ കാലത്ത് തന്നെ പൈസ തരൊക്കെ വന്നാൽ മതിട്ടാ. അല്ല, പൈസയുടെ ഇപ്പൊ ബുദ്ധിമുട്ടില്ല, നല്ലൊരു വാക്ക് പറഞ്ഞ നമുക്ക് അത്രയും ഒരു സമാധാനമായി. ഒരു വാക്ക് എപ്പോഴും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി, പിന്നെ നമുക്ക് പോവാം. പൈസ ഇപ്പൊ കിട്ടിയതുകൊണ്ട് ഇപ്പൊ അവിടെ വീട്ടിൽ നിന്ന് അരി മേടിക്കണം അതല്ല നമ്മുടെ ഉദ്ദേശം. ഫോൺ വിളിച്ചൊന്ന് എടുത്ത് സംസാരിക്കുകയെ ചെയ്താൽ മതി. അതില്ല, എന്തായാലും ഒന്ന് കണ്ടിട്ട് പോവാ. അല്ല, കല്യാണം കഴിഞ്ഞ് പിന്നെ അവര് ഇതെന്ന് കാലത്ത് തന്നെ വന്നിട്ടുള്ളൂ. അവരെ എനിക്ക് മനസ്സിലായി. കല്യാണം കഴിച്ച് പോവല്ലോ, അതൊക്കെ മനസ്സിലായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാന് വന്നത്. ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ, 1.5 മാസം കഴിഞ്ഞല്ലോ. 1 മാസം എന്തായാലും വിട്ടുകൊണ്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോ അവങ്ങനെ രാത്രിയിലായതുകൊണ്ടാവും ചിലപ്പോ ഫോൺ എടുക്കാത്ത. അങ്ങനെ ഫോൺ എടുക്കാത്ത കുട്ടിയൊന്നും അല്ല, അതുകൊണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാൻ വന്നിട്ട് പറയാ. മോ വന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ 1-2 സ്ഥലം വരെ പോവാറുണ്ട്. നമ്മള് വേറെ കൂട്ടുകാരന്മാരൊക്കെ വരാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ഒന്ന് കണ്ടിട്ടേ അപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടും മകനോട്. ഇനിയിപ്പോ ഇതല്ല, വേറെ എന്തെങ്കിലും സീരിയസ് കേസ് അർജന്റ് വേണം പറഞ്ഞ 1 ലക്ഷം എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും കടമായിട്ട്. അതിപ്പോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് സ്നേഹം മുറിയല്ലേ. ആ സ്നേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ എല്ലാ കാര്യങ്ങളും. കുട്ടിയല്ല, വരട്ടെ. വന്നു കഴിഞ്ഞാൽ പറയട്ടാ. ശരി, ഞാൻ കേട്ടെന്നാ. ശരി, ഞാൻ അവനോടൊന്ന് ചോദിച്ചോ. ഇവനെ എന്തിനാ എനിക്ക് ഈ 50,000 ചെലവ് എന്താന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവനോട്. അല്ല മോനെ, ഈ എന്തിനാ ഗഫൂർഖാനോട് 50,000 റുപ്യ നീ മേടിക്കാൻ മാത്രം എന്തിട്ട് നീ മേടിച്ചിട്ട് ചെലവാക്കിയിരിക്കുന്നത്? നീ ഒരു കാര്യം, ആള് പോയി. നീ എന്നോട് വന്ന് പറയുമ്പോ തന്നെ എന്റെ റീല് കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി എന്തോ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോഴാണ് ഇത്ര നേരം ആൾ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞത്. എപ്പോഴാണ് അങ്ങോട്ട് കടന്നത്? അല്ല, എന്ത് കാര്യം നീ എന്നോട് പറയാൻ? ഒരു കാര്യം എന്റെ മോൻ ഇതേവരെ ചെയ്തിട്ടില്ലല്ലോ. ഈ 50,000 റുപ്യ മോനക്ക് എന്തിനാ മേടിച്ചത്? എനിക്ക് ഉമ്മാക്കൊന്നും അറിയില്ല. ആ കല്യാണ സമയത്ത് എത്ര പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നറിയോ? അതുകൊണ്ടാണ് ഞാൻ ആ പൈസ കടം വാങ്ങിയത്. എന്തൊട്ട് പൈസ നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നു? അതെ, നിന്റെ കല്യാണത്തിന് വേണ്ടിട്ടേ ഈ പൈസ കൊണ്ടു തരുന്ന പൈസയിൽ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മളെ കുടുംബക്കാരുടെ മുന്നിൽ നമ്മൾ തരം താന്നിട്ടാന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് നല്ലപോലെ ഒരു കല്യാണം എന്റെ മോനിക്ക് കഴിച്ചു വെച്ച്. ഈ 50,000 റുപ്യയുടെ കട എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടുത്തല്ല. ഇക്ക പറഞ്ഞപ്പോ ഞാൻ ഷോക്കായ പോലെ നിന്ന്. ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു അർജന്റ് വന്നപ്പോ പിന്നെ പുറത്തൊന്നും ആർക്കും ചോദിച്ചില്ല. അറിയുന്ന ആള് ഇങ്ങോട്ടല്ലേ എന്നിട്ട് ചോദിച്ചതാ. പക്ഷെ അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോ മോനിക്ക് എടുക്കായിരുന്നില്ലേ? ഈ ഫോൺ ചെയ്യാൻ എടുക്കാത്ത കാരണല്ലേ ഇപ്പൊ അങ്ങോട്ട് തെരഞ്ഞു വീട്ടിക്ക് വന്നിക്കണ്. ഇതുപോലെ അയാൾ ഇതുവരെ വന്നിട്ട് തന്നെ ഇല്ല ഇവിടക്ക്. അകത്ത് വന്നിട്ട് ശരിയെന്ന് വന്നിട്ട് അവിടെ ഇരിക്കണം. അപ്പൊ ഇക്ക കയറി ഇരിക്കുന്നു പറഞ്ഞിട്ട് അകത്ത് വന്നിരുന്ന് അയാൾ ഇങ്ങനെയൊന്നും വരാറില്ല. കയ്യിലില്ല കൊടുക്കാൻ. അതാ പിന്നെ ഫോൺ വിളിച്ച് ഞാൻ എന്താ പറയാ, നാളെ തരാം മറ്റന്നാൾ തരാന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടേ? ഉമ്മയുടെ ഒരു വാക്ക് പറയായിരുന്നില്ലേ? നിങ്ങക്ക് ഉമ്മ എന്തെങ്കിലും ചെയ്തിട്ട് മോനിക്ക് പൈസ തരൂലേ? ഞാൻ പൈസ കയ്യിൽ വന്നാൽ കൊടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പൈസ കയ്യിൽ വന്നില്ല. പൈസ വന്നില്ല. നീ ചെയ്തതുണ്ടല്ലോ വല്ലാത്തൊരു മോശമാണ്. എത്ര മോശമാണെന്നറിയോ ഒരു കുടിയിൽ വന്നിട്ട് പൈസ ചോദിക്കുന്നത്. ആ പെൺകുട്ടി എന്താ വിചാരിക്കാൻ നമ്മളെ പറ്റിയിട്ട്? എല്ലായിടത്തും ഉള്ളത് തന്നെ. പക്ഷെ ആള് വീട്ടിലേക്ക് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അയാള് ഈ വിളിച്ചിട്ട് എടുക്കാണ്ടായപ്പോ ഇനി മോൻ പോയോ അവിടെ ഉണ്ടോന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഈ നേരത്തെ വന്നിരിക്കുന്നത്. ആൾക്കാരെന്താ വിചാരിക്കുക നേരത്തൊക്കെ അങ്ങനെ കയറി വരുമ്പോ? അത് നല്ല മനുഷ്യനായതുകൊണ്ട് ഒന്നും മുറിയാണ്ട് പോയി. ഞാൻ കുടുംബം അല്ലേന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് സാവകാശം ആയത് കൊണ്ടാണ് ആളൊന്നും മിണ്ടാണ്ട് പോയത്. ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ. നീ ഒരു കാര്യം എന്നോട് മറച്ചു വെക്കില്ല. ഈ ഒരു കാര്യം നീ മറച്ചു വെച്ച് എന്നോട്. നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഞാൻ കൊറേ അന്വേഷിച്ചു, എവിടെ അന്വേഷണം കിട്ടുന്നില്ല. പക്ഷെ എന്നോടൊരു വാക്ക് എന്റെ മോനക്ക് പറയായിരുന്നില്ലേ? എത്രമാത്രം വിഷമം വരാനൊന്നും എന്റെ അറിവിലില്ല. ഉമ്മ നല്ലപോലെ നല്ല രീതിയിലാണ് എന്റെ മോന്റെ കല്യാണം ഉമ്മ കഴിച്ചു വെച്ച്. ഒരാളോട് ഉമ്മ 10 പൈസ ചോദിച്ചിട്ടല്ല. എന്റെ മോൻ അയച്ചു കൊണ്ടുവന്ന കാശിൽ തന്നെ ഉമ്മ കുറച്ചായി പിടിച്ച് എന്റെ മോനക്ക് നല്ല രീതിയിൽ നല്ലൊരു പെൺകുട്ടിനെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഇപ്പൊ ഇത് വന്ന് പറഞ്ഞ അയാളൊന്നും പറഞ്ഞൊന്നുമില്ല. അയാൾ നിന്നെ ചോദിച്ച് അപ്പൊ വിളിച്ചിട്ട് എടുക്കണില്ല. അവൻ പോയോ എന്തോ ഞാൻ അത് അറിയാൻ വേണ്ടി വന്നാണ്. പിന്നെ ലാസ്റ്റാണ് ആള് പറയുന്നത് അവൻ ഇങ്ങനെ എന്നോട് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു 50,000 റുപ്യ. ഒന്ന് ഫോൺ ചെയ്ത് എടുത്തൂടെ?
ഇതെന്ത് സ്വഭാവമാന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കൊരു ജാതി വിഷമമായി. അതെന്നെ വിളിച്ചിരുന്നു, കൊറേ വട്ടം വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാ, അതുകൊണ്ടാ പിന്നെ ഞാൻ എടുക്കാഞ്ഞ്. അത് ഉമ്മാർത്ത് പറഞ്ഞു ഇവിടെ വന്ന് ഇല്ലാന്ന് പറയാൻ പറഞ്ഞതാ, അങ്ങനെയും തിരിച്ചു പോവല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ എങ്ങനെയാ മോനെ തിരിച്ചു പോവുക? 1-2 1000 2000 അല്ല 50,000 റുപ്യാണ്. പക്ഷെ എന്താ ചെയ്യപ്പോ, ഒരു ശരി, എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കല്ലാണ്ട് ഇപ്പൊ എന്താ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണ്ടേ? അവര് വിടുവോ നമ്മളെ? ഇപ്പൊ എന്തെങ്കിലും ചെയ്യാല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ട. എനിക്ക് എല്ലാം മനസ്സിനെ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് ഒതുക്കി വരുമ്പോ ഓരോ ഭാഗത്തുനിന്ന് ഓരോന്ന് വരും. ടെൻഷൻ ആവണ്ട, ഞാൻ ഒരാളുടെ പൈസ കടം വാങ്ങിയതാ, പക്ഷെ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ ബന്ധു തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ആള് വീട്ടിൽ വന്ന് ചോദിക്കുന്നത് ഞാൻ പ്രതീക്ഷയില്ല. അതാണ് ഉമ്മാക്കൊക്കെ ആകെ എന്തോ പോലെ ആയത്. ഞാൻ പറഞ്ഞ ടൈമിന് തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ ആ സമയത്തിന് പൈസ കിട്ടിയില്ല. പക്ഷെ എന്താ ചെയ്യ. ഷെബിക്ക, എന്തായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതെ, എന്തായാലും ഇപ്പൊ ആള് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയലും പിടിക്കലും ഉമ്മാക്ക് ഇപ്പൊ അതില് വിഷമവും കാര്യങ്ങളൊക്കെ ആയില്ലേ. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ സ്വർണ്ണം എന്തെങ്കിലും വെച്ചിട്ട് അത് കൊടുക്കണാവും നല്ലത്. അതൊന്നും വേണ്ട, എന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടില്ലുള്ളൂ, അപ്പോഴേക്കും സ്വർണ്ണം വെച്ചു. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ആള് വന്ന് പറയുമ്പോ നമുക്ക് എത്ര വിഷമം. അത് അതിനൊക്കെ എന്തിനാ നമ്മൾ നിന്ന് കൊടുക്കുന്നത്? അതിനെക്കാട്ടി നല്ലത് ഇപ്പൊ എന്തേലും ഒരു ഇത് തൽക്കാലം ഒന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാക്കിയാ പോരെ. അതൊന്നും വേണ്ട സാരിക്കുട്ടി, എന്തിനാ അത്? ഇപ്പൊ ഞാനായാലും ഉമ്മയിലും അതൊന്നും സമ്മതിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ എന്തിട്ടായി 50,000 രൂപയല്ലേ, അതിപ്പോ ഞാൻ ഗൾഫിൽ പോയിട്ട് 1 മാസത്തെ സാലറി 2 മാസത്തെ സാലറി നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ അയച്ചു കൊടുത്തോളാം. എന്തിനാ അത് വെറുതെ? എങ്ങനെയും ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എന്നാലും അവരിങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോ നമ്മൾ എന്തിനാ കേട്ട് നിക്കണേ? ഗൾഫിലേക്കൊക്കെ പോയിട്ടുള്ള കാര്യല്ലേ. അപ്പൊ നമുക്ക് സ്വർണം വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. നമ്മൾ ചെന്നിട്ട് ഉമ്മാനോട് പറയും, എന്തിനാ വെറുതെ നമ്മള് കടമാക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു ഓരോ ദിവസവും തട്ടിക്കഴിച്ചിട്ട്. സാരിക്കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആവില്ലേ? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ല കടത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് വീട്ടിൽ ഇങ്ങനെ പറയായിരുന്നില്ലേ? അപ്പൊ പിന്നെ അവിടുന്ന് കിട്ടുമ്പോ ഇങ്ങനൊരു കല്യാണത്തിന്റെ ചെലവും കാര്യങ്ങളും അതൊന്നും വേണ്ട. ഞാനിത് വേറൊരു കൂട്ടർ തരാന്ന് പറഞ്ഞാ, കിട്ടിയ ഉടനെ കൊടുക്കാന്ന് വെച്ചാ, പിന്നെ അവിടുന്ന് കിട്ടിയില്ല. അതാണ് എനിക്ക് ഒന്ന് ടൈറ്റായി. ഇനിയിപ്പോ ദുബായിൽ പോയിട്ട് തന്നെ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടില് സംസാരിച്ചിട്ട് നമുക്ക് അതെന്തെങ്കിലും അറേഞ്ച് ആക്കായിരുന്നു. വെറുതെ എന്തിനാ കല്യാണം കടത്തിലാക്കാൻ നിക്കുന്നേ? ഇതിപ്പോ അങ്ങനെയല്ല. ഇതിപ്പോ ആള് വന്നിട്ട് പറയുമ്പോ വേണ്ട. ഇനിയിപ്പോ സ്വർണം കിട്ടിയത് നിങ്ങളുടെ വീട്ടുകാരറിഞ്ഞ അങ്ങനെയൊന്നുമില്ല. അവരൊന്നും പറയാനും ഇതാക്കാനൊന്നും ഇല്ലല്ലോ. നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ ചെയ്യുന്ന തന്നെയല്ലേ. ഇക്ക ഉമ്മാനോട് സംസാരിച്ച് നോക്കും, ഉമ്മ സമ്മതിക്കും. സമ്മതിക്കാനൊന്നും ഇല്ല. അവരെ വിളിച്ചിട്ട് അത് കടം തീർത്താ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ, സമാധാനത്തോട് ജീവിക്കല്ലേ വേണ്ടു. ശരി, ഞാൻ ഉമ്മ അല്ലെങ്കിൽ ടെൻഷനായിട്ട് പോയിരിക്കും. ഞാൻ ഉമ്മയോട് സംസാരിച്ച് നോക്കട്ടെ. ചോദിച്ചു നോക്കാം. വേണ്ട, ഞാൻ പിന്നെ സമാധാനത്തിൽ ഉമ്മാനോട്. അതൊന്നും ഇല്ല, ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ. നാളെ രാവിലെ തന്നെ ആൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്താ അതോടൊക്കെ പ്രശ്നം കഴിഞ്ഞിക്ക്. ഞാൻ പറയണ പോലെ കേക്ക് നടക്കും. ഉമ്മാനടുത്ത് ചോദിക്കാം. ചോദിച്ചു നോക്കിയോക്കാം അല്ലേ? ഉമ്മ അതാ ഓർത്ത് ഇനി വിഷമിക്കാൻ നിക്കണ്ട. നീ എന്താ പറയണ? ഉമ്മ ഓർത്തിട്ട് വിഷമിക്കണ്ട പറഞ്ഞ വിഷമം തന്നെയാ അത്. ഒരാള് വീട്ടിൽ വന്ന് ചോദിക്കുന്ന അളവിൽ എത്തിക്കുമ്പോഴേ ഇന്നേ വരെ ഒരാളെ ഉമ്മ പടികയറ്റിയിട്ടില്ല പൈസ ചോദിച്ചിട്ട്. ശരി തന്നെ, ഞാൻ ചെയ്തത് തെറ്റന്നെ, ഉമ്മാർത്ത് പറയാത്തതൊക്കെ തെറ്റന്നെ. പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒരു കാര്യം എന്നോട് പറയാണ്ട് ഒന്നും. ഒരു കടയിൽ ചെന്ന ഒരു ബിരിയാണി കഴിച്ച ഉമ്മ തന്നെ ബിരിയാണി കഴിച്ചെന്ന് പറയുന്ന കുട്ടിയാ. എങ്ങനെ ഇത് നിനക്ക് മറച്ചു വെക്കാൻ പറ്റി? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഞാൻ ഈ കുടിയിൽ കയറ്റാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടാവുമോ? എങ്ങനെയെങ്കിലുമൊക്കെ അത് അടച്ചു കൊടുത്തിട്ടുണ്ടാവൂലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നീക്കി വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊന്നും നീ ചെയ്യാത്ത കുട്ടിയാണ്. അതുകൊണ്ടാണ് ഉമ്മാക്ക് വിഷമം. നീ ആളോട് കടം മേടിച്ചതിനെ പറ്റിയിട്ടല്ല. മോൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നീ അത് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അത്ര തന്നെ. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലമ്മ, ഇപ്പൊ അത് പൈസ എന്തായാലും തിരിച്ചു കൊടുക്കണമല്ലോ. അതിനെന്താ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് സായിക്കുട്ടി പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വർണം വെച്ചിട്ട്. വേണ്ട, എന്തിനത് എന്റെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? വന്ന് കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് മരുകളുടെ ഒക്കെ വാങ്ങിയെടുത്തു പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. അത് നമുക്ക് ചേർന്നല്ല.
അവരുടെ ഒപ്പം ഉമ്മ കൊടുക്കുന്നത് അവർക്ക് ഇട്ട് നടക്കാനാ, അല്ലാണ്ട് നമുക്ക് വാങ്ങിയിട്ട് പണയം വെക്കാനല്ല. ഇല്ല ഞാൻ പറഞ്ഞു വേണ്ടെന്നു. അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോവില്ലേ, അതിലൊക്കെ ഇപ്പൊ എന്താണല്ലേ? അതൊന്നും വേണ്ട മോളെ, അതൊക്കെ നിന്റെ കുടിക്കാരെ അറിഞ്ഞാല് പിന്നെ അത് മതി. കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം 2 കൊല്ലം ഒന്നും ആയിട്ടില്ല, ആകെ 3 ദിവസം തന്നെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്റെ സ്വർണ്ണം എടുത്ത് വെക്കുക. അങ്ങനെയൊന്നും ഇല്ലമ്മ, അവരൊന്നും പറയാനും ഇല്ല. ഇവിടെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ വെക്കുക തന്നെയല്ലേ, അതിലിപ്പോ എന്താ പറയാനും ചോദിക്കാനൊക്കെ ഉള്ളത്. സബിക്ക ഉമ്മ സമ്മതിക്കുക, അതിലിപ്പോ എന്താ ഉള്ളത്? ഉമ്മ പറയില്ല. എനിക്ക് ഞാൻ സമ്മതിക്കില്ല, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്റെ സ്വർണം വെച്ചിട്ടൊന്നും അവരെ കടം കിട്ടണ്ട. വേണ്ട വേണ്ട, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വേറെ ഒരു വഴിയില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ ആ പൈസ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് കൊടുക്കാമല്ലോ. ഞാൻ ദുബായിക്ക് പോയിട്ട് 2 മാസത്തെ സാലറി കിട്ടി കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാലോ. ഇതിപ്പോ ചെയ്താ മതി. പോണെന്നില്ലല്ലോ. അങ്ങോട്ട് പോയി ഇനിയിപ്പോ 2 ദിവസം ഇങ്ങനെ തിരിച്ചു വരില്ലാന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ നമുക്ക്? ഇതൊരു മോശം തന്നെയല്ലേ നമുക്ക് സത്യം പറഞ്ഞാല്. ഞാനിപ്പോ നിങ്ങളുടെ ഒരാളായില്ലേ, പിന്നെ അതിലൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും വരുന്നില്ലല്ലോ. അതെ, ഇതിൽ എനിക്ക് പൊന്നെടുത്തിട്ട് വെക്കാനുള്ളതൊന്നും എനിക്ക് അതിനോട് ഞാൻ ചോദിക്കൂല. നിങ്ങൾ 2 ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ അതുപോലെ ചെയ്തിട്ട് പോയിട്ട് പൈസ അയച്ച് ആ സാധനം എടുത്തോളെ. അത് വെച്ച് കൊടുക്കുന്നൊന്നും ഉമ്മ പറയില്ല, അത് നിങ്ങളെ ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോളെ. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഫീസാലിക്കുട്ടി നമുക്കൊന്ന് അങ്ങനെ ചെയ്യാം കേട്ടാ. എന്നിട്ട് അയാളുടെ പൈസ എത്രയാണെന്ന് വെച്ചാലേ അത് കൊടുക്കാം. ഇനി കുടുംബത്ത് വരുന്നൊരവസ്ഥ നമുക്ക് വരുത്തിക്കണ്ട കേട്ടാ. എന്നാ അവിടെ പോയിട്ട് വേഗം തന്നെ സാലറിന്ന് അത് എടുക്കാം. പിന്നെ ഉമ്മാക്കും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഉമ്മ പറഞ്ഞ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ശരി, നാളെ ചെല്ലാം.